നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈൻ വഴി നിർവഹിച്ചു. സഹകരണ പെൻഷൻകാരുടെ അനിശ്ചിതകാല പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടത്തുന്ന സമര പ്രചരണ വാഹന ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ അധ്യാപകരെ വഞ്ചിക്കുന്ന സമീപനം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. തൊടുപുഴ പിറവം റോഡിലെ ഇരുട്ടുതോട് ഭാഗത്ത് റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ തൊടുപുഴ പെൻഷൻ ഭവൻ യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം നടത്തി. തൊടുപുഴ നഗരസഭാ അംഗം TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈൻ വഴി നിർവഹിച്ചു. ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായ 20 പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 1979 സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി നിർവഹിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഓഫീസ് ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. യഥേഷ്ടം സമൂഹത്തിലെവിടെയും സഞ്ചരിക്കാൻ സഹായകരമായ ഇലക്ട്രോണിക് വീൽ ചെയറുകളും മുച്ചക്ര സ്കൂട്ടറുകളും വിതരണം ചെയ്യുന്ന പദ്ധതി, കൃത്രിമ അവയവങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും മുച്ചക്ര സ്കൂട്ടറുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായ 20 പേർക്ക് മുച്ചക്ര വാഹനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ഇടുക്കിയിൽ ഒരു ഓഫീസ് ഇന്ന് ആരംഭിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഈ കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1979 ദീർഘകാലം കഴിഞ്ഞിട്ട് പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഓഫീസുകൾ ആരംഭിച്ചു വരാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളും അതോടൊപ്പം ബുദ്ധിമുട്ടും ഒട്ടേറെ വിഷമതകൾ സഹിക്കുന്ന ഒരു സമൂഹവും, അതോടൊപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സഹായിക്കത്തക്ക വിധത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വായ്പകൾ ലഭ്യമാക്കി കിട്ടാനും സാധിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ K മൊയ്തീൻകുട്ടി, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാളി, റോയ് ജേക്കബ്, അനിത ദീപ്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തുന്ന സമര പ്രചരണ വാഹന ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. സഹകരണ പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷാമാശ്വാസം 2021 മുതൽ നിർത്തലാക്കി. ക്ഷാമാശ്വാസം 10% പുനഃസ്ഥാപിക്കുക. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. അതിനു മുന്നോടിയായി 15% ഇടക്കാലാശ്വാസം അനുവദിക്കുക. മെഡിസബ് മാതൃകയിൽ ഇൻഷുറൻസ് നടപ്പാക്കുക. ചുരുങ്ങിയ പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക. മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക. പെൻഷൻ ബോർഡിംഗിലേക്ക് സംഘങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 4 വരെയാണ് സമരപ്രചരണ വാഹന ജാഥ നടത്തുന്നത്.
സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ജാഥ ക്യാപ്റ്റനായും സംസ്ഥാന ട്രഷറർ KM തോമസ് വൈസ് ക്യാപ്റ്റനായും കോട്ടയത്ത് നിന്ന് ആരംഭിച്ച ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി NK ജനാർദ്ദനൻ സ്വാഗതം ആശംസിച്ചു. ജാഥ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ, സംസ്ഥാന ട്രഷററും വൈസ് ക്യാപ്റ്റനുമായ KM തോമസ്, ജാഥാംഗങ്ങളായ NG ശശിധരൻ, TJ ജോസ്, KCEF ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം അമിത ജോസഫ്, PB അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം KJ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് PJ ജെയിംസ്, ജില്ലാ സെക്രട്ടറി TV പൗലോസ്, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി TK മോഹനൻ എന്നിവർ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം P. റോസ ഹർജികൾ പരിഗണിച്ചു. സിറ്റിംഗിൽ 5 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 1 പരാതി തീർപ്പാക്കി. ബാക്കിയുള്ളവ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. PM കിസാൻ ഫണ്ടിൽ നിന്ന് ലഭിച്ച പണം ബാങ്കിൽ നിന്നും ലഭ്യമാകുന്നില്ലെന്ന പരാതിയാണ് കമ്മീഷൻ തീർപ്പാക്കിയത്. തുടർ നടപടിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് പണം ലഭിച്ചിട്ടുണ്ട്. അത് 10 വർഷം 12 വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്. ബാങ്കിൽ എന്താ ബാങ്കിൽ ഉണ്ടാവുന്ന പൈസ അല്ലേ? ഒരു പുതിയ പരാതി വന്നിട്ട് അതിലൊരു കേസ് ഇന്ന് തീർപ്പാക്കി. മറ്റ് 3 കേസുകൾ അടുത്ത സിറ്റിങ്ങിലേക്ക് വിശദമായ പരിശോധനയ്ക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. തീർപ്പാക്കിയ കേസ് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ശാഖയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 8000 രൂപ പിൻവലിക്കാൻ ബാങ്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകിയ പരാതിയായിരുന്നു. ആ പരാതി ബാങ്ക് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പൈസ പിൻവലിക്കാനുള്ള അംഗീകാരം കൊടുക്കുകയും അദ്ദേഹം പരാതിക്കാരൻ പൈസ പിൻവലിക്കുകയും ചെയ്തതായിട്ടുള്ള രേഖ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി പിൻവലിച്ച് കേസ് തീർപ്പാക്കുകയും ചെയ്തു. പുതുതായി വന്ന ഒരു പുതിയ കേസാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന അപേക്ഷ കൊടുത്തിട്ട് നാളിതുവരെയായി സീനിയോറിറ്റി ലിസ്റ്റിലുണ്ടായിട്ടും പരാതിക്കാരിയെ പരിഗണിച്ചില്ല എന്ന അപേക്ഷയാണ്. അത് തുടർ നടപടിക്കായി മാറ്റിവെച്ചു. കേരള സർക്കാർ അധ്യാപകരെ വഞ്ചിക്കുന്ന സമീപനം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും DA കുടിശ്ശിക നൽകുമെന്ന പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതല്ലാതെ കഴിഞ്ഞ DA കുടിശ്ശിക അനുവദിച്ചില്ലേ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് മൗനം പാലിച്ച് അധ്യാപകരുടെ ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുകയാണെന്നും സർക്കാരിന്റെ നിലപാട് അധ്യാപകരോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് വീമ്പിളക്കിയവർ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ശമ്പള കമ്മീഷന്റെ നിയമനം മാത്രം നടത്തി അധ്യാപകരെ വഞ്ചിക്കുന്ന സമീപനം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും DA കുടിശ്ശിക നൽകുമെന്ന പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതല്ലാതെ കഴിഞ്ഞ DA കുടിശ്ശിക അനുവദിച്ചതിലെ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് മൗനം പാലിച്ച് അധ്യാപകരുടെ ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുകയാണെന്നും സർക്കാരിന്റെ നിലപാട് ജീവനക്കാരോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീണ്ട 10 വർഷങ്ങൾ കടന്നുപോയി. അവസാനം ഇലക്ഷൻ അടുത്തപ്പോൾ ചില വാഗ്ദാനങ്ങളുടെ പെരുമഴ ഇവിടെ വർഷിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇനി ഗവൺമെന്റിന് കേവലം 90 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിൽ വരുന്ന 30 ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടപ്പാക്കേണ്ടി വരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ നടത്തിയ ശമ്പള പരിഷ്കരണം കമ്മീഷൻ എത്ര കാലമുണ്ടായിരുന്നു? ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കാനായിട്ട് ഈ അവസാന നിമിഷം വരെ വൈകിപ്പിച്ച് വെറും 90 ദിവസം മാത്രം ബാക്കി നിൽക്കെ 3 മാസത്തേക്ക് അവകാശം കൊടുത്തുകൊണ്ട് ഒരു കമ്മീഷനെ വെച്ചാൽ ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് ഒരു ശമ്പള പരിഷ്കരണം ഇവിടെ നടപ്പാക്കേണ്ടി വരില്ല എന്നറിയാം. ഏതായാലും ഇനി ഭരണം കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെല്ലാം നമുക്കറിയാം, ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേറിയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവില്ല എന്നറിയാം. അങ്ങനെയെങ്കിൽ ചില എല്ലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരത്തിലുള്ള പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റ്, വാഗ്ദാന പെരുമഴകൾ മാത്രമുള്ള ഒരു ബഡ്ജറ്റ്. ജില്ലാ പ്രസിഡന്റ് സുനിൽ T. തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, സജി മാത്യു, സിനി ട്രീസ, രാജീമോൻ ഗോവിന്ദ്, CB K. ജോർജ്, ജീസ് M. അലക്സ്, ജെയിംസ് സെബാസ്റ്റ്യൻ, VR രതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 69ാം വാർഷിക ആഘോഷം നടത്തി. ശാരദീയം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. ചടങ്ങിൽ GSTWO ഏർപ്പെടുത്തിയ ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ അവാർഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി സ്കൂളിന് സമർപ്പിച്ചു. 69 വർഷങ്ങൾക്ക് മുൻപ് വെള്ളക്കയം ഗ്രാമത്തിലെ പുഴയോരത്ത് ആരംഭിച്ച ഏക അധ്യാപക വിദ്യാലയമാണ് ഇന്ന് GHSS മുള്ളരിങ്ങാട് എന്ന വിദ്യാക്ഷേത്രമായി വളർന്നു വന്നിരിക്കുന്നത്. സ്കൂളിലെ ആദ്യ അധ്യാപികയെ അനുസ്മരിച്ചാണ് ശാരദീയം എന്ന പേരിൽ സ്കൂളിന്റെ വാർഷികം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ ഹെഡ് മിസ്സസിനെയും ഒക്കെ നമ്മൾ ആദരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുകയായിരുന്നു, എത്ര മനോഹരമായ ഒരു റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത്. അതിനകത്ത് നിങ്ങൾ ചിന്തിക്കണം, പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയൊരു പങ്കുണ്ട്, ഹെഡ് മിസ്സസിന് വലിയൊരു പങ്കുണ്ട്, അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട്, PTA വലിയൊരു പങ്കുണ്ട്, നാട്ടുകാർക്ക് വലിയൊരു പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്, കുട്ടികൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ സമന്വയമായിട്ട് സമ്മേളിച്ചപ്പോഴാണ് ഈ സ്കൂൾ ഇത്രമാത്രം ഈ നാടിന്റെ വിളക്കും വെളിച്ചവും വെട്ടവും ഒക്കെ ആയി മാറിയത് എന്നുള്ളത് എന്നെക്കാൾ നിങ്ങൾക്കറിയാം. ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ മികച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന് GSTWO ഏർപ്പെടുത്തിയ ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ അവാർഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി സ്കൂളിന് സമർപ്പിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഈ മുള്ളിരിങ്ങാട് ഹൈസ്കൂളിന്റെ 69ാമത്തെ വാർഷികം. ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഏക അധ്യാപക ആയി ഉണ്ടായിരുന്ന നമ്മുടെ ശാരദ ടീച്ചറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും ശിരസ് നമിക്കുന്നു. ഒരാളായിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇപ്പോൾ ധാരാളം അധ്യാപകരായി ധാരാളം കുട്ടികളായി ഈ വിദ്യാലയം ഇന്നേ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ധാരാളം കരങ്ങളുണ്ട്. നമ്മൾ അവരെ എല്ലാം ഈ വേദിയിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. യുവകവി RK അനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിങ്ങൾക്ക് വളരെ അതുല്യമായി മൂല്യവത്തായ കുറെ അധ്യാപക സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അത് മാത്രമല്ല എടുത്തു പറയേണ്ടത്, സാധാരണ ഒരുപാട് പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വരുന്ന വിവിധ രാഷ്ട്രീയ മേഖലകളിലേക്കുള്ള ആളുകൾ രാഷ്ട്രീയമായി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. ഞാനൊരു വലിയ ആദരം നൽകുകയാണ്. ഇത്രയും ദീർഘവീക്ഷണത്തോടുകൂടി വിശാല മനസ്സോടുകൂടി ഒരു സാംസ്കാരിക മൂല്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കുറെ പരിപാടികളൊക്കെ ഇവിടെ പ്രഖ്യാപിക്കാനും പറയാനും ഒക്കെ കാണിച്ചൊരു നല്ല മനസ്സുണ്ടല്ലോ, അത് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ചടങ്ങിൽ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. PTA പ്രസിഡന്റ് സോബിൻ NS അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കാളിയർ പോലീസ് സ്റ്റേഷൻ SHO ബിജു ജോൺ ലൂക്കോസ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രവി KK, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോസഫ്, പ്രിൻസിപ്പൽ ശ്രീകുമാർ KB, ഹെഡ്മിസ്ട്രസ് സുബി K ജോർജ്, PTA വൈസ് പ്രസിഡന്റ് മിനു ഷിബി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ജോമൻ വിജയ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗം MS സുധാകരൻ, അധ്യാപകരായ ബിജു KV, ആശാ V, റീബാസ് കറിയ, ഡോക്ടർ സിജ ജോർജ്, റോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ പിറവം റോഡിലെ ഇരുട്ടുതോട് ഭാഗത്ത് റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. ടാറിംഗ് പൊളിച്ചിട്ടിരിക്കുന്നത് മൂലം രൂക്ഷമായ പൊടിശല്യമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും പൊതുജനാരോഗ്യവും ഒരേപോലെ ഭീഷണിയിലായതോടെ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് പ്രദേശവാസികൾ.
നെടിയശാലിക്കും വഴുതലയ്ക്കുമിടയിലുള്ള ഇരുട്ടുതോട് ഭാഗത്ത് റോഡ് അറ്റകുറ്റപ്പണികൾ അനന്തമായി നീളുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാതയിൽ ടാറിംഗ് പൊളിച്ചിട്ടിരിക്കുന്നത് മൂലം ശ്വാസം മുട്ടുകയാണ് നാട്ടുകാർ. ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിപടലങ്ങൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രികർക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. റോഡിൽ മെറ്റലുകൾ ഇളകിക്കിടക്കുന്നത് മൂലം ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. പൊടിശല്യം കുറയ്ക്കാൻ റോഡ് നനയ്ക്കണമെന്നും അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ലൈബ്രറി സെക്രട്ടറി സുധീന്ദ്രൻ കാപ്പിൽ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ ചരട് കെട്ടിക്കിടക്കുന്ന നിരവധി വാഹനങ്ങൾ അപകടാവസ്ഥയിലാവുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ അപകടമുണ്ടായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഇതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു വായനശാലയുണ്ട്. ഈ വായനശാലയിൽ നിരവധി ആളുകൾ പത്രം വായിക്കാനും മറ്റുമായിട്ട് ഏത് സമയത്തും ഇവിടെ വരുന്നതാണ്. ആ വായനശാലയ്ക്കകത്തേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. തൊട്ട് താഴെ നമുക്ക് കോളനിയാണ്, 10-30 വീടുകളുണ്ട്. ഇവിടേക്കെല്ലാം ഈ പൊടിശല്യം ഭയങ്കര രൂക്ഷമായതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. വളരെ അസുഖങ്ങളൊക്കെ ഉള്ള വളരെ പ്രായമായ ആളുകളെല്ലാം ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് ഈ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സമീപത്തെ ലൈബ്രറിയും ബസ് സ്റ്റോപ്പും പൊടിമൂടി ഉപയോഗശൂന്യമായ നിലയിലാണ്. രാവിലെയും വൈകുന്നേരവും പത്രവായനയ്ക്കായി നിരവധി ആളുകൾ എത്തിയിരുന്ന ലൈബ്രറി ഇപ്പോൾ അടച്ചിടേണ്ട അവസ്ഥയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ പൊടി കയറുന്നത് മൂലം കച്ചവടം പൂർണ്ണമായും നിലച്ചു. 30-ലധികം വീടുകളാണ് ഈ റോഡിന് ഇരുവശത്തുമായുള്ളത്. കടകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഇതുമൂലം കച്ചവടം നടത്താനാകാത്ത വൻ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണെന്നും വ്യാപാരിയായ ജോർജ് ഫിലിപ്പ് മുഴുത്തേറ്റ് പറഞ്ഞു. ഒച്ചഴയുന്ന വേഗത്തിലാണ് പണികൾ നടക്കുന്നത്. ഇവിടെ പൊടി കാരണം ഞാനിവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ്. കട തുറക്കാൻ മേലാത്ത അവസ്ഥയാണ്. മുഴുവൻ പൊടിയാണ്. ആൾക്കാർ പോലും ഈ പൊടി മൂലം കച്ചവട സാധനം മേടിക്കാണ്ട് വരുന്നില്ല. എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വീടുകൾക്കുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത വിധം പൊടി പടരുന്നത് പ്രായമായവരിലും കുട്ടികളിലും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൂടുതൽ തൊഴിലാളികളെയും യന്ത്രസാമഗ്രികളെയും എത്തിച്ച് പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരനായ ജെബിൻ ജോസ് മുഴുത്തേറ്റ് ആവശ്യപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ പൊടിശല്യം, പിന്നെ നനയ്ക്കാനുള്ള പ്രശ്നങ്ങളും, വെള്ളം ഇനി പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വെള്ളം ഉണ്ടാക്കും? ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞാൽ മെഷീനറി വന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറൊന്നും ഇവർ പറയുന്നില്ല. ഈ 2 മെഷീനറി കൊണ്ട് എന്നാലും ഈ പരിപാടി പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1.5 കിലോമീറ്റർ ദൂരം ഇത് പൊളിക്കണം. ഇതിപ്പം 10 ദിവസമായിട്ട് പണി തുടങ്ങിയതാണ്. ആകെപ്പാടെ 600 മീറ്റർ പോലും ആയിട്ടില്ല. 600 പോയിട്ടില്ല, ഒരു 400 മീറ്റർ ആയിട്ടുള്ളൂ. 400 മീറ്റർ ആയിട്ടുള്ളൂ നിലവിൽ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റണേ? റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ കൃത്യമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വഴുത്തല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ തൊടുപുഴ പെൻഷൻ ഭവൻ യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം നടത്തി. തൊടുപുഴ നഗരസഭാ അംഗം TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ പെൻഷൻ ഭവൻ യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ അംഗം TK സുധാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൻ്റെ പല സംഘടനകളുടെ, പെൻഷൻ അസോസിയേഷൻ്റെ, പെൻഷൻ സംഘടനകളുടെയൊക്കെ ഭാരവാഹികൾ പ്രായമൊക്കെയായി അല്പം ആരോഗ്യ വിഷയമൊക്കെ ഉണ്ടെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി വെയിലും മഴയൊക്കെ കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഓരോ വീടുകളും കയറി കിടക്കുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ സന്തോഷകരമാണ്. ഈ സംഘടനയ്ക്ക് ഏറെ ഗുണകരമാണ്. ഏതായാലും സംഘടന നല്ലപോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ആനുകൂല്യങ്ങൾ ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിന് നല്ലൊരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘടനയെ സംബന്ധിച്ചേറെ സന്തോഷിക്കാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏതായാലും ഇതുപോലെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷണിക്കുകയും എനിക്കിതിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ അംഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി കാണുവാനും ഒക്കെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സംഘടനയുടെ വാർഷിക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് MK ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KN ഗോപി സംഘടനാരേഖ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NP പ്രഭാകരൻ നായർ ആശംസ നേർന്നു. TK സുഗു പ്രവർത്തന റിപ്പോർട്ടും TK ബെന്നി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ KM പാത്തുമ്മ, ധനുജ R എന്നിവർ സംസാരിച്ചു. ഭരണാധികാരി KS സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
പ്രസിഡന്റായി എം കെ ശിവശങ്കരൻ നായരും സെക്രട്ടറിയായി ടി കെ സുഗുവും ട്രഷററായി ടി കെ ബെന്നിയും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് കലാമത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോട്ടപ്പടി മാർ എലിയാസ് കോളേജിൽ വിജ്ഞാന കേരളം, കെ ഡിസ്ക് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ വിജയകരമായി സമാപിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കാളികളായി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കോട്ടപ്പടി മാർ എലിയാസ് കോളേജിൽ വിജ്ഞാന കേരളം, കെ ഡിസ്ക് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ വിജയകരമായി സമാപിച്ചു. 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. 85-ലേറെ പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിന്റെ ഭാഗമാവുകയും വിവിധ മേഖലകളിലായി അനേകം തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഉദ്യോഗാർത്ഥികളും തൊഴിലുടമകളും തമ്മിലുള്ള ആ ഒരു അന്തരം അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഒരു വരത്തക്ക നിലയിലുള്ള വിപുലമായ ഇടപെടലുകളാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു വിജ്ഞാന കേരള മിഷന് രൂപം കൊടുക്കുകയും നമ്മുടെ യുവതിയുവാക്കൾക്ക് അല്ലെങ്കിൽ അഭ്യസവിധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് ഒരു സുരക്ഷിതമായ ഭാവി, ഇപ്പൊ നമുക്കറിയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ജോലികൾ ലഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോ കേരളത്തിൽ നമ്മൾ ഔദ്യോഗികമായി തന്നെയുള്ള കണക്കുകൾ പറയുന്നത് രാജ്യത്ത് തന്നെ PSC നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അപ്പൊ അവിടെയാണ് സ്വകാര്യ മേഖലയുടെ വലിയ സാധ്യതകളാണ് ഇന്ന്. പ്രത്യേകിച്ച് കേരളം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ ഒരുപാട് ഈ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ കേരളത്തിൽ ആകെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ സാധ്യതകൾ കൃത്യമായി തിരിച്ചറിയുന്നതിനും ആ സാധ്യതകളെ ഉദ്യോഗാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് ഉചിതമായ നിലയിലുള്ള ഒരു ജോലിയിൽ, ഒരു തൊഴിലിൽ അവരെ എത്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലാണ് ഇവിടെ വിജ്ഞാന കേരള മിഷൻ ഉൾപ്പെടെ നടത്തുന്നത്. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം DMC R രാജേഷ് സ്വാഗതം ആശംസിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽദാതാക്കളുമായി നേരിട്ട് സംബന്ധിച്ച അവസരങ്ങൾ കണ്ടെത്താൻ ജോബ് ഫെയറുകൾ സഹായകരമാണെന്നും ഇത്തരം പരിപാടികൾ യുവതലമുറയുടെ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായും MLA പറഞ്ഞു. ചടങ്ങിൽ ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ, കോളേജ് മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM ബേബി, വാർഡ് മെമ്പർ പ്രിയ സാബു, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P മാത്യൂസ്, IQAC കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ, സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീകല C, NSS കോർഡിനേറ്റർ വിദ്യ VV, മീഡിയ സെൽ കോർഡിനേറ്റർ ലിജോ T ജോർജ്, KDIS അസോസിയേറ്റ് ഡയറക്ടർ നീതു സത്യൻ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സാമൂഹിക സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ രേഷ്മ കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. തൊഴിൽ തേടുന്ന യുവതലമുറയ്ക്ക് പുതിയ പ്രതീക്ഷകളും സാധ്യതകളും തുറന്നുകൊടുത്ത ഈ മെഗാ ജോബ് ഫെയർ മേഖലയിലെ തൊഴിൽ വികസനത്തിന് പുതിയ ദിശ നൽകുന്നതാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറി, അറക്കുളം പഞ്ചായത്ത് ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, ജില്ലാ സെക്രട്ടറി CS ഷമീർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് MD ബിനിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പീറ്റർ K എബ്രഹാം, സംസ്ഥാന കൗൺസിലർമാരായ TC റോയിച്ചൻ, ഷിബു എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി P ബിജു, അജ്നാസ്, ജലീൽ എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ട് കേരള NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇക്കഴിഞ്ഞ നാളുകളിൽ പ്രതിഷേധ സദസ്സുകളും രാപ്പകൽ സമരങ്ങളും അതുപോലെ ലോങ് മാർച്ചുകളും ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതൽ 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ തലസ്ഥാന നഗരിയിൽ പഞ്ചദിന സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള വേറിട്ട സമര പരിപാടികളുമായി കടന്നു വന്നു. അതിന്റെ പിന്തുടർച്ച എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുമായി കേരള NGO അസോസിയേഷന്റെ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിന്നറിയാം, താഴെത്തട്ടിലുള്ള ഒരു സാധാരണപ്പെട്ട ഒരു ഓഫീസ് അറ്റൻഡന്റ് മുതൽ അല്ലെങ്കിൽ ഒരു ജൂനിയർ സൂപ്രണ്ട് വരെയുള്ള NGOമാര് ആ ഒരു വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഈ സർക്കാർ ജീവനക്കാര്, ആ സർക്കാർ ജീവനക്കാരെന്ന ഒരു ലേബൽ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പൊതുസമൂഹം മറ്റൊരു രീതിയിൽ നമ്മളെ കാണുന്നത്. നമ്മൾക്ക് വാരിക്കോരി സർക്കാർ നൽകുന്നു, നമുക്ക് നിരവധിയായ ആനുകൂല്യങ്ങളുണ്ട്,
ലക്ഷറി വീടുകളുണ്ട്, വാഹനങ്ങളുണ്ടെന്നൊക്കെയുള്ള ആ ഒരു വലിയൊരു പെരുമ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ ജീവനക്കാരെന്ന ആ ഒരു രേഖ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കിരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കൈകിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം നിൽക്കേണ്ട ക്ഷാമബദ്ധ, HRA, HTA ഉൾപ്പെടെ മറ്റ് സ്പെഷ്യൽ അലവൻസുകൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. കോടിക്കുളം പഞ്ചായത്ത് വക കുളത്തിങ്കൽ ജംഗ്ഷനിലുള്ള പൊതുകുളത്തിൽ കെട്ടിട അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും തള്ളിയ സംഭവത്തിൽ നടപടിയെടുക്കാത്ത ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാലിന്യം തള്ളിയവർക്ക് പിഴയിട്ട് നടപടി സ്വീകരിക്കാതെ പരാതി നൽകിയവരെ പരിഹസിക്കുന്ന നയമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണകക്ഷിയുടെ ഇഷ്ടക്കാരായതുകൊണ്ടാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ ജില്ലാ കളക്ടർ, പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. കോടിക്കുളം പഞ്ചായത്ത് വക കുളത്തിങ്കൽ ജംഗ്ഷനിലുള്ള പൊതുകുളത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും തള്ളിയ സംഭവത്തിൽ നടപടിയെടുക്കാത്ത ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ശുദ്ധജല സ്രോതസ്സിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ആസ്ബസ്റ്റോസ് അടക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ച അവശിഷ്ടങ്ങളും ഉപയോഗശൂന്യമായ കിടക്കകൾ, പ്ലാസ്റ്റിക്, പഴയ വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങളാണ് വാഹനങ്ങളിലെത്തിച്ച് കുളത്തിൽ തള്ളിയത്. ഈ മാസം 19-ന് മാലിന്യങ്ങൾ തള്ളുന്ന ഫോട്ടോയും വീഡിയോയും സഹിതമാണ് പഞ്ചായത്തിൽ പരാതി നൽകിയത്. കൂടാതെ വാർഡ് മെമ്പറെ പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ശുദ്ധജല സ്രോതസ്സിലെ മാലിന്യം നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാലിന്യം തള്ളിയവർക്ക് പിഴയിട്ട നടപടി സ്വീകരിക്കാതെ പരാതി നൽകിയവരെ പരിഹസിക്കുന്ന നയമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്ത് ഭരണകക്ഷിയുടെ ഇഷ്ടക്കാരായതുകൊണ്ടാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഉടനടി നടപടിയെടുത്തില്ലെങ്കിൽ ജില്ലാ കളക്ടർ, പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. യുവമോർച്ച വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനവിരുദ്ധ യുവജന വിരുദ്ധ സംസ്ഥാന ബഡ്ജറ്റിനെതിരെ വണ്ണപ്പുറത്ത് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ യുവജന വിരുദ്ധ സംസ്ഥാന ബജറ്റിനെതിരെ യുവമോർച്ച വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി ഉദ്ഘാടനം ചെയ്തു. LDFന്റെ പ്രകടന പത്രിക സമാനമായ നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത, നടക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്ത, പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്തുമെന്ന് വ്യക്തതയില്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ധനകാര്യ വകുപ്പ് നടത്തിയത്. കേരളത്തിന്റെ ഭാവിയെ കരുതിയുള്ള വികസന പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനോ അവർക്ക് സ്വന്തം തൊഴിൽ നേടാനോ അവരുടെ അഭിവൃദ്ധിക്കോ സഹായകരമായ യാതൊരു സമീപനവും നമുക്ക് ബഡ്ജറ്റിൽ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കേരളം ഇന്ന് നേരിടുന്ന വികസന പ്രശ്നങ്ങൾക്ക്, ധനകാര്യ പ്രശ്നങ്ങൾക്ക്, തൊഴിലില്ലായ്മയ്ക്ക്, വിലക്കയറ്റത്തിനടക്കം യാതൊരു പരിഹാരവും ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന് ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം നടക്കാൻ ജനങ്ങൾ അവസരം കൊടുക്കുകയില്ല എന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അഡ്രസ്സില്ലാത്ത മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുമ്പോൾ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആരാണ് നടപ്പാക്കാൻ പോകുന്നത്? അതിന്റെ ഫണ്ട് എങ്ങനെ സമാഹരിക്കാൻ കഴിയും? വലിയ കടബാധ്യത നിൽക്കുന്ന കേരള സംസ്ഥാനത്തിന് ഈ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള ശേഷിയില്ല എന്ന് കാണാൻ കഴിയും. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി AR അനീഷ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് TK സനൽകുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രമ്യാമോൾ KU, മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് മിനി മുരളി എന്നിവർ സംസാരിച്ചു. യുവമോർച്ച മീഡിയ കൺവീനർ അമൽ രാജു സ്വാഗതവും ലിബിയ ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലാ പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന ജില്ലാതല കേരളോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കം കുറിച്ചു. കട്ടപ്പന ഓശാന സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന ജില്ലാതല കേരളോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കം കുറിച്ചു. കട്ടപ്പന ഓശാനം സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെയും ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ യൂത്ത് വെൽഫെയർ ബോർഡിന്റെ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്ന ഈ മത്സരങ്ങൾ നാളെയുമായിട്ട് നടക്കുന്ന ഈ കലാകായിക മത്സരങ്ങൾ
അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു താല്പര്യവും അതോടൊപ്പം തന്നെ കൂടുതൽ സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. കാരണം ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കിട്ടുന്ന ഒരു പ്രൈസിൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെയോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവർക്കൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംതൃപ്തി അതാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റജി സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ ജോബി തോമസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ജില്ലാതലത്തിലെ വ്യക്തിഗത മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സജീവ് PK, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ബ്ലോക്കിലെ വിഷ്ണു ജയൻ, നഗരസഭ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈൻ വഴി നിർവഹിച്ചു. സഹകരണ പെൻഷൻകാരുടെ അനിശ്ചിതകാല പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടത്തുന്ന സമര പ്രചരണ വാഹന ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ അധ്യാപകരെ വഞ്ചിക്കുന്ന സമീപനം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ. തൊടുപുഴ പിറവം റോഡിലെ ഇരുട്ടുതോട് ഭാഗത്ത് റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ തൊടുപുഴ പെൻഷൻ ഭവൻ യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം നടത്തി. തൊടുപുഴ നഗരസഭാ അംഗം TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.